ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇത് ഞാൻ സാരി കൊണ്ട് തയ്ച്ചതാണ് കേട്ടോ. ഇത് കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ട്. ഒരു ഷിഫോണോ ജോർജറ്റോ ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് തടി തോന്നുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ നമുക്ക് നേരെ കട്ടിങ്ങിലോട്ട് കിടക്കാം കേട്ടോ. ഇതാണ് സാരി, ഒരു പഴയ സാരിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പാറ്റേണൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകളിൽ ഇതിൻ്റെ അളവ് മനസ്സിലാകാത്തവർക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വരുന്നത് ഏകദേശം ഞാൻ ബസ്റ്റ് സൈസ് എടുത്തിട്ടുള്ളത് 38 ഇഞ്ചാണ് ടോട്ടൽ. അപ്പോൾ ഒരു സൈഡിലേക്ക് 10.5. അതുപോലെ തന്നെ നമ്മുടെ നെക്ക് വരുന്നത് 6ആണ്, ഷോൾഡർ വരുന്നത് 6.5ആണ്. അതുപോലെ തന്നെ ഈ ഡിസൈൻ ഞാൻ അതിൽ അളവ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ വരച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഭാഗത്ത് കൂടെ, അതായത് മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ അല്ല, തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ടൊരു ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിലുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ കട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അടുത്ത അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന തുണിയും കൂടെ കട്ട് ചെയ്ത്, എന്നാലും നമുക്ക് നല്ല കറക്റ്റ് അളവിന് കിട്ടുകയുള്ളൂ. അത് ഞാൻ അറ്റാച്ച് ചെയ്തെടുത്ത് എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മളതിൽ അടയാളപ്പെടുത്തണം കേട്ടോ, അല്ലെങ്കിൽ അളവ് കറക്റ്റായിട്ട് കിട്ടില്ല. എനിക്കിതിലൊരു വലിയ അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വരയ്ക്കാനൊക്കെ കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞു, പക്ഷെ വെട്ടിയപ്പോൾ അളവൊന്നും ഇല്ലാതെ വെട്ടി. ഇപ്പോഴൊന്നും എനിക്കിത് മനസ്സിലായി കേട്ടോ. എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് എനിക്ക് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എവിടെയോ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്ത സമയത്താണ് എനിക്കിത് കറക്റ്റായിട്ട് ഇതാണ് എനിക്ക് പറ്റിയ അബദ്ധം എന്നുള്ളത് മനസ്സിലായത്. അപ്പം നെക്ക് പോർഷൻ നമ്മൾ ലൈനിങ് ചേർത്തിട്ടാണ് ആദ്യം തന്നെ വെട്ടിയത്. അപ്പോൾ അത് എക്സ്ട്രാ വെട്ടണ്ട. ഈ സൈഡ് ഭാഗം മാത്രം ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് എടുത്തോളൂ കേട്ടോ, കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ തുണി വെച്ചിട്ട് വേറൊരു നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഞാൻ മുന്താണിന്നാണ് എടുക്കുന്നത്, പല്ലു പോർഷനിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ട് പുറം മറച്ചടിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പോഴും എനിക്കിത് അബദ്ധം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ബാക്കും കട്ട് ചെയ്തിട്ടുണ്ട്, ലൈനിങ് പീസും എടുത്തിട്ടുണ്ട്. ബാക്കിലും ഞാൻ കുറച്ച് ഇറക്കിയിട്ടാണ് കഴുത്ത് വെച്ചിട്ടുള്ളത്, 7 ഇഞ്ച് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കാം. നല്ല തുണിയും നല്ല വശം ലൈനിങ്ങിൻ്റെ നല്ല വശം അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം അത് മറിച്ച് കൊടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. അതല്ലാതെ പൈപ്പിങ്ങൊക്കെ വെച്ച് അടിക്കുമ്പോൾ കുറച്ചധികം സമയവും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ സിമ്പിളാണ്. ഇത് അടിച്ചതിന് ശേഷം ഓരോ 2 ഇഞ്ച് അകലത്തിൽ നമ്മൾ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലുള്ളൂ നമുക്ക് പെർഫെക്റ്റായിട്ട് കഴുത്ത് നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി അത് മറച്ച് വെച്ചിട്ട് ഞാൻ ലൈനിങ്ങിൻ്റെ ആ തയ്യൽ തുമ്പും അതുപോലെ തന്നെ ലൈനിങ്ങും കൂടെ അതിൻ്റെ മുകളിലൂടെ ആയിട്ട് അടിക്കുന്നത്. നല്ല തുണീൻ്റെ വശത്തു കൂടെ അല്ല, ലൈനിങ്ങും അതിൻ്റെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് വെച്ച് അടിച്ചിട്ട് പുറം മറച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എൻഡ് പോർഷനിൽ ഒന്നും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്, തെന്നിപ്പോണ്ടാന്ന് കരുതിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി ഉള്ളിലെ പോർഷൻ ഒരു ലൈനിങ്ങും ആ നല്ല തുണിയും കൂടെ നല്ല ഭാഗവും ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് ഭാഗം ഗ്യാപ്പ് വിട്ടിട്ട് വേണം അടിച്ചു കൊടുക്കാൻ, ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പുറം മറച്ചെടുക്കുകയാണ്, അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. അതാണ് ഒന്നും കൂടി വൃത്തിട്ടോ. ഇതൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തുന്നില്ലല്ലോ എന്ന് തോന്നിയത്. പിന്നെ ഞാൻ രണ്ടാമത് വേറെ, അത് പിന്നെ അതിൽ കാണിച്ചിട്ടില്ല, രണ്ടാമത് വേറൊരു പീസും കൂടെ എടുത്ത് അടിച്ചിട്ട് രണ്ടാമത് അറ്റാച്ച് ചെയ്യുക കേട്ടോ ചെയ്തത്. ഇനി നമ്മൾ ആ ഗ്യാപ്പ് വന്നിട്ടില്ലേ അതൊന്നും കൂടി കൂട്ടി വെച്ച് അടിച്ചു കൊടുക്കാം. പുറം മറയ്ക്കുമ്പോൾ പിന്നെ ഈ ഷാർപ്പായിരിക്കണ ഭാഗമൊക്കെ എന്തെങ്കിലും ഒരു കൂർത്ത സാധനം കൊണ്ട് കുത്തി കൊടുത്ത് നീറ്റായിട്ട് കിട്ടും. ഇനി ഒരു പിന്ന് വെച്ച് സേഫ്റ്റി ആയിട്ട് നമ്മൾ ആ നെക്ക് നേരത്തെ തന്നെ അടയാളപ്പെടുത്തി ഇടണം കേട്ടോ, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. എന്നിട്ട് നല്ല കറക്റ്റ് പോർഷനിൽ വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിൻ ചെയ്യണം, അല്ലെങ്കിൽ അത് നീങ്ങിപ്പോവും. അപ്പോൾ എന്തായാലും അത് ലൈനിങ് എക്സ്ട്രാ തയ്യൽ തുമ്പ് കട്ട് ചെയ്യുമ്പോൾ ഇടാൻ മറക്കരുത് കേട്ടോ, എൻ്റെ പോലെ അബദ്ധം പറ്റരുത്. ഇതിപ്പോൾ സാരി ആയതുകൊണ്ട് എക്സ്ട്രാ എനിക്കൊരു തുണിയുള്ളതുകൊണ്ട് ഞാൻ രണ്ടാമത് വേറൊരു പീസും കൂടെ വെച്ച് അറ്റാച്ച് ചെയ്തു. നല്ല തുണിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ തന്നെ വേറെ എന്തെങ്കിലും പരിപാടി നോക്കേണ്ടി വരും. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ ബാക്കത്തെ പോർഷനും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ബാക്കിൽ അടിച്ചു കൊടുക്കാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലൈനിങ്ങും കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഷോൾഡറും ഇതുപോലെ തന്നെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് മടക്കിയിട്ട് ഒരു 2 വട്ടെങ്കിലും അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ചിലപ്പോൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം അടിക്കാനിരിക്കാറാണ്. ചിലപ്പോൾ
അപ്പയ്ക്കുള്ളത് കട്ട് ചെയ്യുക, അടിക്കുക, കട്ട് ചെയ്യുക. അത് ഓരോ മൂഡിനനുസരിച്ച്. അപ്പോൾ ഇനി നമുക്ക് പാനൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബോർഡർ വേണ്ട, ഒഴിവാക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരുപാട് പുള്ളി ഡിസൈൻ വരുന്നുണ്ട്. എനിക്ക് ഫുള്ള് പ്ലെയിൻ കിട്ടാനായിരുന്നു ആഗ്രഹം കേട്ടോ, പക്ഷെ അത് നടന്നില്ല. എന്നാലും അത് ഏകദേശം ഒഴിവാക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. ഇത് ഞാനിപ്പോൾ അളവ് എടുത്തിട്ടുള്ളത് ഏകദേശം 2 ഇഞ്ച് കേട്ടോ, ഒരു സൈഡിലും മുകളിലും. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. എനിക്ക് എൻ്റെ ഈ അളവിനാണെങ്കിൽ എനിക്കൊരു 1.5 ഇഞ്ച് മതി. ഞാൻ 2 എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് 2 പാനൽ ഒഴിവാക്കണമായിരുന്നു കേട്ടോ. കാരണം ആ പുള്ളി കൂടുതലുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് കൊടുത്തിട്ട് വെട്ടിയിട്ട് ഫുള്ള് പാനലും വെച്ചെടുക്കുക. ഇങ്ങനെ വരുമ്പോൾ എനിക്ക് 6 പാനലേ ഒരു സൈഡിൽ കിട്ടുള്ളൂ. ഞാൻ അളവെടുത്തത് 8 പാനലാട്ടോ. അങ്ങനെ 8 8 16. അപ്പോൾ ഈ ഒരു കണക്കിനാണെങ്കിൽ എനിക്ക് 6 പാനൽ, 2 സൈഡിൽ നിന്നും 2 എണ്ണം ഞാൻ ഒഴിവാക്കി. അപ്പോൾ പുള്ളി കൂടുതലുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ വെച്ചാൽ നമ്മുടെ വേസ്റ്റ് അളവിന് എത്ര പാനലാണ് വേണ്ട അതുകൊണ്ട് ഹരിക്കുക. അപ്പോൾ ഒരു ആൻസർ കിട്ടുമല്ലോ, അതിനെ 2 കൊണ്ട് ഹരിക്കുക വീണ്ടും. അപ്പോൾ കിട്ടുന്ന ആൻസർ കൂടെ +0.25 കൂടെ ചേർത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ കട്ട് ചെയ്യേണ്ട അളവ്, അതായത് താഴെ മോളും നാളെ എത്രയാണോ അളവ് എടുക്കേണ്ടത് അത് കിട്ടും. എന്നിട്ട് 2 സൈഡിലും അടയാളപ്പെടുത്തിയതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ചെരിച്ച് വെച്ച് അടിക്കുക കേട്ടോ. ഇനി നമ്മുടെ പാനലൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവാണ്. സ്ലീവ് ഏകദേശം എനിക്ക് ഒരു സൈഡിലേക്ക് ഒരു 11.5 ഇഞ്ചാണ് വേണ്ടത്. അത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഒരു മൂലയ്ക്ക് നിന്ന് 3 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തിയ ശേഷം അത് കർവ് ചെയ്ത് സ്ലീവിൻ്റെ ഇതിൽ വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ബോട്ടം വീഴ്ത്തും അടയാളപ്പെടുത്തി സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ സ്ലീവ് റെഡിയായി. ഇനി ഫ്രണ്ട് കൈക്കൂടി ഒന്ന് ഇറക്കി വെട്ടണം. അപ്പോൾ അതും ഇതുപോലെ അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലീവിനും ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്യണില്ല, യോക്ക് പോർഷനിൽ മാത്രമേ ലൈനിങ് വെച്ചിട്ടുള്ളൂ, പാനലിലും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. സ്ലീവും ഞാൻ മടക്കി അടിക്കുകയാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഞാൻ ഇതുപോലെ പിന്നെ നമ്മുടെ പല്ലു പോർഷനിലുള്ള ഒരു ഡിസൈനും കൂടെ വെച്ച് കൊടുക്കണം. അത് അവസാനം വെച്ച് കൊടുത്തത് കാരണം ബ്ലാങ്കായി തോന്നിയപ്പോൾ ഒരു ഡിസൈൻ ഇരുന്നോട്ടെ വിചാരിച്ച് അറ്റത്ത് ഞാനത് ചെയ്ത് കൊടുത്താട്ടോ. സ്ലീവ് അടിച്ചതിന് ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരുമിച്ച് ഒന്നായിട്ട് ഒരൊറ്റ അടി അടിച്ചു കൊടുക്കുകയാണ്. ഏകദേശം നമ്മുടെ അനാർക്കലീൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ഏതൊക്കെയോ എവിടേക്കോ മിസ്സിങ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടാവും, അത് ഉറപ്പാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ആൻസർ ചെയ്യാം കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അടിവശം എന്തെങ്കിലും ഒന്ന് താന്നോ പൊന്തിയോ നിൽക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഒപ്പാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ലേസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ ഒരു ഭംഗിക്ക്. അപ്പോൾ അതും കൂടെ റൗണ്ടിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ അവസാനമാണ് കേട്ടോ സ്ലീവിൻ്റെ ഞാൻ ബ്ലാങ്കായി തോന്നിയപ്പോൾ ഞാനത് വെച്ച് കൊടുത്തത്. അപ്പോൾ അതും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആദ്യമേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി കുറേ എളുപ്പമായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ അവസാനം പിടിച്ചാണ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നമ്മുടെ അനാർക്കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാനൽ അടിക്കുമ്പോൾ പതിച്ചൊരടിയും കൂടെ പാനലിൻ്റെ മുകളിലൂടെ അടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഈ ഒരു തുണി കുറച്ച് പൊന്തി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് തടി തോന്നിക്കുന്നുണ്ട്, അതൊഴിച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.